ആകാശത്തിന്നാരോ വർണ്ണങ്ങൾ തൂവി ആശപ്പൊൻ താരങ്ങൾ അങ്ങിങ്ങായി നീലക്കൺ ചിമ്മി മണ്ണിൽ മാമ്പൂവിൽ തെന്നൽ മീട്ടുന്ന വാഴ്വിൻ സംഗീതം വെയിൽ തൂമഞ്ഞിൻ മെല്ലെ പുൽകുമ്പോൾ മാറിപ്പൂവില്ല എങ്ങും ഉല്ലാസം എങ്ങും ആനന്ദം കാലം നീട്ടുന്ന കിനാത്തിനാളം കുഞ്ഞിപ്പൂമ്പാറ്റേ വരുന്നേ ആത്മാവിൻ ആകാശത്തിന്നാരോ വർണ്ണങ്ങൾ തൂവി ആശപ്പൊൻ താരങ്ങളൊന്നായി നീലക്കൺ ചിമ്മി അപ്പോൾ ഇനിയുള്ള ഓരോ പരിപാടിക്കും ആരുമില്ല എന്ന് പറയുമ്പോൾ ഒരു സങ്കടമുണ്ട്. നിങ്ങൾ ഓരോരുത്തരും പോകുന്നതാണ് ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ നേടിയ നേട്ടങ്ങളുണ്ട്. തീർച്ചയായിട്ടും അതിൽ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട്. ചില സാഹചര്യങ്ങളെ വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരാളെ എടുത്ത് പറയാനാണെങ്കിൽ ഞാൻ അതിൽ ഉപയോഗിക്കാം. കാരണം അന്ന് തൊട്ട് എനിക്ക് തോന്നുന്ന സ്റ്റുഡൻറ് കൗൺസിലിൻ്റെ കാര്യത്തിനായാലും പലതിനും നല്ല ചീത്തയും വെച്ചിട്ടുണ്ട്. എൻ്റെ ഭൂമി കയറാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നെ സന്തോഷിപ്പിച്ച് തിരിച്ചു പോകാനല്ല, വയറ് നിറയെ മേടിച്ചിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിലും എടുത്തു പറയേണ്ട കുറച്ച് ആൾക്കാരുണ്ട്. നമ്മൾ ബോയ്സിൽ നാസിമ, ശ്രീഹരി, ശ്രീകാന്ത്, ഇവരൊക്കെ ഏതൊരു പരിപാടിക്കും ഇപ്പോൾ അതിൽ യൂണിയനിൽ ഉള്ളതാണ് നിങ്ങൾ അതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ഈവൻ നമ്മുടെ ലിവ് വരെ നല്ല അടിപൊളിയായിട്ട് നല്ല ബ്യൂട്ടിഫുൾ മൂമെന്റ്സ് നിങ്ങൾ എനിക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഉപദേശിക്കുമല്ലോ ഒബ്വിയസ്ലി. അങ്ങനെ ഇന്ന് പ്രൊജക്ടിന്റെ കാര്യത്തിൽ അങ്ങനെ ഇന്നും എന്തെങ്കിലും ഒരു സംസാരം, പക്ഷെ എങ്ങനെയായാലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത മീ ഇതുവരെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്റ്റുഡൻസിനൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. മണ്ണിൽ മാമ്പൂവിൽ തെന്നൽ മീട്ടുന്ന വാഴ്വിൻ സംഗീതം വൃത്തിയായിട്ട് കഴിഞ്ഞ അതിലേക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. മാറിപ്പൂവില്ല എങ്ങും ഉല്ലാസം എങ്ങും ആനന്ദം കാലം നീട്ടുന്നേ അല്ല മലപ്പുറം എന്താണ് ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയാണെന്ന് എനിക്കറിയില്ലല്ലോ. ഫസ്റ്റ് തന്നെ ഞാൻ വന്ന് ഇവിടെ തന്നെ വന്ന് കയറുമ്പോ ഇത്രയും നേരം ഒരു സങ്കടം കിട്ടിയത് നമ്മൾ മനസ്സിൽ സങ്കടം വരുന്നില്ലേ, കൊച്ചു മുതൽ ചെറുതായിട്ടൊരു ഇതുണ്ട്. വെരി ക്ലോസ് ടു മൈ ഹാർട്ട് ബോത്ത് ദി ടീംസ്. എനിക്ക് സബ്ജക്ട് വൈസ് റിലേറ്റഡ് ഇല്ല. വർണ്ണങ്ങൾ തൂവി ഇപ്പോഴും അവർക്ക് പിന്നെ കേട്ടിരിക്കും. അതായത് ക്ലാസ്സിൽ വരൽ ഭയങ്കര റെയറാണ്. പക്ഷെ ക്ലാസ്സിൽ വന്നവർ പകുതി വരെ എഴുതുള്ളൂ, പകുതി വരെ പഠിക്കുള്ളൂ. എന്നാലും അവർക്ക് നല്ല കുട്ടികളാണ്, ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള കുട്ടികളാണ്.